നമ്മളെല്ലാവരും ഓണത്തിമർപ്പിലാണ്. നമ്മുടെ മക്കളോട് എൻജോയ് ചെയ്യുന്നു, കസേരട്ട് ഓടി, ഒരുപാട് ഗെയിം കളിച്ചു. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കണ്ട് പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. നമ്മളെപ്പോഴും പറയാറുണ്ട്, DCG പറയുന്ന ഒരു കാര്യം, RCM, റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്, ശരിയായ വിതരണ രീതി എന്നാണ് ഇതിന്റെ യഥാർത്ഥ പേര്. ആ ശരിയായത് കൊണ്ട് തന്നെയാണ് ഇന്ന് നമുക്ക് എല്ലാം RCMലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മൾക്ക് വിജയിക്കാനായിട്ടുള്ള ഒറ്റ മന്ത്രമുള്ളൂ. ഏറ്റവും കൂടുതൽ നമ്മൾ ഉച്ചരിക്കുന്ന വാക്ക് RCM എന്നാണ്. എന്താണ് വിജയിക്കാനുള്ള ഒരു വിജയമന്ത്രം? എന്താണ് RCM എന്ന വിജയമന്ത്രം. നമ്മൾ ആരാണ് ഏറ്റവും കൂടുതൽ ഒരു ദിവസം ഉച്ചരിക്കുന്നത്, മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്, അവര് ഫാസ്റ്റ് ആയിട്ട് വിജയിക്കും. ഒന്ന് ഉറക്കെ പറഞ്ഞാലോ, ജയ് RCM, ജയ് RCM. നമുക്കറിയാം, ഇന്ന് ഇവിടെ എല്ലാ മതവിഭാഗക്കാരും ഉണ്ട്, അല്ലേ? നമ്മുടെ ഗോപാൽ സാറ് പറയാറുണ്ട്, എല്ലാ മതവിഭാഗക്കാരെയും യുണൈറ്റ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനം. ഞാൻ പട്ടാളത്തിലായിരുന്നു. പട്ടാളത്തില് ഞങ്ങളുടെ ഒരേ റൂമിൽ തന്നെയാണ് ഒരു മുസ്ലിമും ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യനും ഒരുമിച്ചാണ് കഴിയുന്നത്. ഞങ്ങൾ ഒരേ കിച്ചണിലാണ് ഭക്ഷണം കഴിക്കുന്നത്. ഒരേ സഹോദരന്മാരെ പോലെയാണ് ഞങ്ങൾ പട്ടാളത്തിൽ കഴിയുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, പട്ടാളം തന്നെ പോലെയാണ് RCM. കാരണം എന്താണ്? രാമനെയും ക്രിസ്തുവിനെയും മുഹമ്മദിനെയും ഏകോപിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് RCM. എല്ലാവരെയും സഹോദരി സഹോദരന്മാരെ പോലെ കാണുന്ന ഒരു പ്രസ്ഥാനം. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ എന്തൊരു ജോലി ചെയ്താലും നമുക്ക് ഒരുപക്ഷെ വരുമാനം കിട്ടും, അവിടെ സമാധാനം കിട്ടത്തില്ല. ശരിയാണോ? എന്തൊരു ജോലി ചെയ്താലും നമുക്ക് വരുമാനം കിട്ടും, മറ്റൊരാൾക്ക് വരുമാനം കിട്ടുന്ന ഒരു സ്രോതസ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. വരുമാനം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. പക്ഷേ സത്യസന്ധമായിട്ട് സർക്കാരിന് കൃത്യമായ ടാക്സ് കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്രസ്ഥാനമുള്ളൂ. അതിന്റെ പേരാണ് RCM എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും RCM ഏറ്റെടുക്കുക. നമുക്കറിയാം, 21 വർഷത്തിന്റെ നിറവിലാണ് നമ്മൾ നിൽക്കുന്നത്. RCM തുടങ്ങിയിട്ട് 25 വർഷമായി. 2000 ഓഗസ്റ്റ് 15-ാം തീയതിയാണ് നമ്മുടെ മഹാനായ TCG. ഒരു നല്ല കൈഡി TCGക്ക് വേണ്ടി കൊടുക്കാം. അദ്ദേഹത്തിന്റെ മനസ്സുരുദ്ധിച്ചൊരു ആശയമാണ് RCM. അദ്ദേഹം വിചാരിച്ചൊരു കാര്യം, ഞാൻ തുണി വ്യവസായം ചെയ്യുന്നു, മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നു, കാശുണ്ടാക്കുന്നു. ആരാണോ ഇത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നത് അവനും കാശുണ്ടാക്കുന്നു. പക്ഷേ ആര് മുഖാന്തരമാണോ നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്? അതായത് ഉപഭോക്താവിനൊന്നും കിട്ടുന്നില്ല, മേടിക്കുന്ന ആൾക്കൊന്നും കിട്ടുന്നില്ല സമൂഹത്തിൽ. ശരിയല്ലേ? അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹം ചിന്തിച്ചു, ജനങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക? അങ്ങനെയാണ് അദ്ദേഹം 2000 ഓഗസ്റ്റില് RCM എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നതും ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആരോഗ്യവും വരുമാനവും സമാധാനവും സന്തോഷവും സമൃദ്ധിയും നമുക്കിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രസ്ഥാനം ഇന്ന് 25 വർഷം എത്തി നിൽക്കുമ്പോൾ, സുഹൃത്തുക്കളെ, ഇപ്പൊ ഞാനിവിടെ ഇരുന്ന് മൊബൈലില് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയൊരു പ്രോഗ്രാമാണ് രൂപാന്തരണ യാത്ര. ഒക്ടോബർ 2-ാം തീയതി നമ്മുടെ കൊച്ചിൻ സിയാൽ കൺഫറൻസ് സെന്റർ, നമ്മുടെ എയർപോർട്ടിലെ സിയാൽ കൺഫറൻസ് സെന്ററിൽ 25-ാമത്തെ വർഷം നമ്മൾ ആഘോഷിക്കുകയാണ്. 17,000 കിലോമീറ്റർ ആണ് TCGയുടെ ബർത്ത്ഡേയുടെ അന്ന് സെപ്റ്റംബർ 16-ാം തീയതി ബിൽവാരയിൽ നിന്നും ആരംഭിക്കുന്ന രഥയാത്ര. RCMന്റെ നന്മ ഇന്ത്യയിലെ ഓരോ മക്കൾക്കും ഓരോ ജനങ്ങൾക്കും കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, RCM നന്മയുള്ള ഒരു പ്രസ്ഥാനമാണെന്ന് ഇന്ത്യക്കാരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് 17,000 കിലോമീറ്റർ ആണ് രഥയാത്ര ആരംഭിക്കുന്നത്. നമ്മുടെ മഹാനായ TCGയുടെ ബർത്ത്ഡേ ആണ് സെപ്റ്റംബർ 16-ാം തീയതി. അന്ന് രാജസ്ഥാനിൽ നിന്ന് ആരംഭിക്കുന്ന രഥയാത്ര 100 സിറ്റികളെ കവർ ചെയ്യുന്നു. 100 സിറ്റികളില് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. ഓരോ സിറ്റികളിലും 10,000 കണക്കിന് ആളുകൾ അണിനിരക്കും. റാലികൾ ഉണ്ടായിരിക്കും. ആ രഥയാത്ര 5 വലിയ സിറ്റികളിൽ അതിന്റെ 25-ാമത്തെ സെലിബ്രേഷൻ ഉണ്ടായിരിക്കും. ഇന്ത്യയിലെ 144 കോടി ജനങ്ങൾ അടങ്ങുന്ന ഈ ഇന്ത്യയിൽ മഹാസാഗരമാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യയിലെ 5 വലിയ സിറ്റികളിൽ
നമ്മൾ സിൽവർ ജൂബിലി ആഘോഷിക്കും. നമ്മൾക്ക് അഭിമാനിക്കാം. ഈ 5 വലിയ സിറ്റികളിൽ ഒന്ന് നമ്മുടെ കൊച്ചു കേരളമാണ് സുഹൃത്തുക്കളെ, കൊച്ചിയിലാണ്. നമുക്ക് അഭിമാനിക്കാം അല്ലെ? എന്തുകൊണ്ടാണ്? വെറുതെ അല്ല, നമ്മുടെ കേരളത്തിലെ ആളുകളുടെ RCMന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് കമ്പനിയെ കൊച്ചിയിൽ അതിന്റെ ഒരു സിറ്റി ആയിട്ട് തെരഞ്ഞെടുക്കാൻ കാരണം. എത്ര പേര് പ്ലാൻ ചെയ്തു? ഇപ്പോഴും പ്ലാൻ ചെയ്യാത്ത ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഏകദേശം 10,000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ആ പ്രോഗ്രാമിൽ നിങ്ങൾ നിങ്ങളുടെ സകല പരിചയക്കാരെയും കൊണ്ടുവരണം. അവിടെ ആ രൂപാന്തര യാത്രയില് ഇടാനായിട്ടുള്ള ഒരു ഡ്രസ് കോഡാണ് ഈ ഷർട്ട്, സജീവ് സാറിന്റെ ഷർട്ട്. ഇവിടെ ഈ ഷർട്ട് വാങ്ങിക്കാത്ത എല്ലാവരും എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്ത് ഷർട്ട് വാങ്ങണം. അതേപോലെ തന്നെ സ്ത്രീകൾക്കുള്ള ഡ്രസ് കോഡ് എന്താണെന്ന് ജിഷ മേഡം പറയും. എല്ലാവരും തയ്യാറല്ലേ? എന്നൊക്കെ പറഞ്ഞാലോ? JRCM, ജയ് ഭാരത്. ഞാൻ പറയുന്നു, ആദ്യമായിട്ട് വന്ന വ്യക്തികൾ ഇവിടെ ഉണ്ടായിരിക്കാം. ആദ്യമായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? ആദ്യമായിട്ട് വന്നവര് കൈപൊക്കൊന്ന്. ഓക്കെ, നവാഗതർക്ക് നമ്മൾ എങ്ങനെയാണ് RC കുടുംബാംഗങ്ങൾ സ്വാഗതം ചെയ്യാം? വെൽക്കം ടു RCM ഫാമിലി. നമ്മൾ സാധാരണ ഒരു ഓണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് കാശിന്റെ കയ്യിൽ, ശരിയല്ലേ? പക്ഷെ സുഹൃത്തുക്കളെ, ഇനി RCMൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എന്നും നമുക്ക് ഓണമായിരിക്കും, ഈസ്റ്റർ ആയിരിക്കും, വിഷു ആയിരിക്കും. എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്? എന്നും സന്തോഷം, എന്നും വരുമാനം, എല്ലാ മാസം 7-ാം തീയതി ഇഷ്ടം പോലെ പൈസ അക്കൗണ്ടിൽ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് RCM പ്രവർത്തിക്കാം. എന്തായാലും ഇത്രയും മനോഹരമായൊരു പ്രോഗ്രാം ഇവിടെ കോർഡിനേറ്റ് ചെയ്ത കൊമ്പടി ഞമ്മക്കന്റെ പവർഫുൾ എന്റെ എല്ലാ ലീഡേഴ്സിനും നന്ദി അറിയിച്ചുകൊണ്ടും ഇവിടെ വന്ന എല്ലാവർക്കും ഓണാശംസകൾ നൽകിക്കൊണ്ടും നമുക്കൊരുമിച്ച് RCMലൂടെ മുന്നേറാം. എല്ലാവരും വിജയത്തിനായിട്ട് ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. താങ്ക് യു സോ മച്ച്. ജയ് RCM.